ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇമെയിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആദ്യം ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ എടുക്കുമ്പോൾ നമുക്ക് മേളിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പേജ് വരും. അപ്പോൾ നമ്മളത് പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അൺലോക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജ് വരുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത പേജ് വന്നു. അപ്പോൾ നമുക്ക് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെ ഫോർഗോട്ട് ഇമെയിൽ എന്നും കാണാം. അതിൻ്റെയൊക്കെ താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫോർ മൈ സെൽഫ് ആണോ അതോ ബിസിനസ്സിനാണോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ടു മാനേജ് മൈ ബിസിനസ്. അപ്പോൾ നമുക്ക് അതല്ല വേണ്ട, നമുക്ക് വേണ്ടി തന്നെയാണ് വേണ്ടതെങ്കിൽ ഫോർ മൈ സെൽഫ് എന്ന് ഞെക്കണം. ഞെക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു പേര് കൊടുക്കണം. ഞാൻ ഇവിടെ കൊടുക്കുന്ന എൻ്റെ പേര് തന്നെയാണ്. ഓക്കെ, മാധവേക്കെന്ന് അടിച്ചു. അപ്പോൾ ലാസ്റ്റ് നെയിമായിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് നെയിമായിട്ട് എൻ്റെ അനിയൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഞെക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ ബർത്ത് ഡേറ്റ് കൊടുക്കണം. അപ്പോൾ ആദ്യം മന്താണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു മന്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കണം. ഞാൻ 1 എന്നാണ് അടിക്കുന്നത്. നമുക്ക് വർഷം ഞാൻ 1970 എന്നാണ് കൊടുത്തത്. ഇപ്പോൾ ജെൻഡർ നമുക്ക് ഫീമെയിലാണോ മെയിലാണോ ഇഷ്ടമുണ്ടോ പറയാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറഞ്ഞ് കേൾക്കാം. അപ്പോൾ ഞാനിപ്പോൾ മെയിലെന്ന് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് കേൾക്കാം. നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് പലതരം ഇമെയിലുകൾ കാണാം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ തുടങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ തുടങ്ങാം. അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങൾ മേളിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കേൾക്കണം. നെക്സ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കാണും. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് റെഡിയാവും. അപ്പോൾ ഞാനൊരു പാസ്വേഡ് ഇടുകയാണ്. ഓക്കെ, ഞാൻ ഇതാണ് പാസ്വേഡ് ഇട്ടേക്കുന്നത്, 1234 AJ MAD. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരു പാസ്വേഡ് ഇടാം. നെക്സ്റ്റ് കേൾക്കാം. ഓക്കെ, നമ്മൾ പാസ്വേഡ് ആക്കി. ഇനി നെക്സ്റ്റ് കേൾക്കാം. ഓക്കെ, നമ്മുടെ സക്സസ്ഫുള്ളായി. ആഡ് ഫോൺ നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളിതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ക്കാം. ഞാൻ ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ആയി. എന്ന് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കേൾക്കാം. നെക്സ്റ്റ് കേൾക്കി കഴിയുമ്പോൾ ഐ അഗ്രി എന്ന് പറഞ്ഞു. ഈ ടേം എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് പോളിസി ആൻഡ് ടേം എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഐ അഗ്രി ഞെക്കേണ്ടതാണ്. ഓക്കെ, ഇതായി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇതാ ഗൂഗിൾ സർവീസ് എല്ലാം സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. ചെക്കിങ് ഇൻഫോ എന്ന് പറഞ്ഞാൽ അടുത്ത പേജ് വരും. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഞാൻ ഇവിടെ ഐ ആം ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് കാണാത്തത്. ഇതാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കാണാം. മാധവ് അർജുൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണാം. ഇതാ ഇപ്പോൾ ഞാൻ ആ അക്കൗണ്ടാണ് എടുത്തിട്ടത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതിപ്പം മാധവ് അർജുൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതാണ്ട് നമുക്ക് അക്കൗണ്ട് ഇൻഫോയിൽ നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം മാധവ് അർജുൻ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങേണ്ടതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.